ഹലോ എവരിവൺ, ദിസ് ഈസ് ഡോക്ടർ മുഹമ്മദ് ഫാസിൽ ഫ്രം EFT മെന്റർ. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഫോർഗിവ്നെസ്സിനെ കുറിച്ചാണ്. ക്ഷമിച്ചു കൊടുക്കുക, വിട്ടുകൊടുക്കലിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ്. അത് നമ്മുടെ ലൈഫിൽ, നമ്മുടെ ആരോഗ്യത്തിൽ ഉണ്ടാക്കാൻ ശേഷിയുള്ള അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ചാണ്. ഹവായ് നിവാസികൾ അവരാണ് ലോകത്തിന് ഹോപ്പിനോപോണോ എന്നുള്ള ഒരു വേർഡ് ലോകത്തിന് സംഭാവന ചെയ്തത്. ഹവായ് നിവാസികൾക്ക് ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. പണ്ട് മുതലേ അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു സ്വഭാവമായിരുന്നു. അവർക്ക് എന്തെങ്കിലും അസുഖങ്ങൾ, പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ വന്നു കഴിഞ്ഞാൽ, ലൈഫ് സ്റ്റക്കായി പോയി കഴിഞ്ഞാൽ അവരവരുടെ ഫാമിലി, അടുത്ത ബന്ധുക്കളൊക്കെ കൂടിയിരുന്ന് അവർ ഓരോരുത്തരും ഭാഗത്തു നിന്ന് സംഭവിച്ച മിസ്റ്റേക്സ്, തെറ്റുകൾ അവർ പരസ്പരം പറയും. പരസ്പരം സംഭവിച്ച തെറ്റുകളാണെങ്കിൽ പരസ്പരം പറഞ്ഞ് അവർ സ്വയം ഫോർഗിവ്നെസ്, ക്ഷമ പ്രാക്ടീസ് ചെയ്യും. ക്ഷമിച്ചു കൊടുക്കുക, വിട്ടുകൊടുക്കുക, അത് പ്രാക്ടീസ് ചെയ്യും. ഇത് അവരുടെ ലൈഫിൽ അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കി. ഇതാണ് ലോകത്ത് പിന്നീട് ഇന്ന് മെഡിറ്റേഷൻ സർക്കിളിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഈ ഹോപ്പിനോപോണോ എന്നുള്ള ശരിക്കും ഒരു ഹവായി വാക്കാണ്. നമ്മുടെ ഭാഗത്തു നിന്ന് സംഭവിച്ച തെറ്റുകൾ ആത്മാർത്ഥമായി നമ്മൾ നമുക്ക് തന്നെ പുറത്തു കൊടുക്കുക. അതേപോലെ തന്നെ ബാക്കിയുള്ളവരുടെ മിസ്റ്റേക്സ് അവർക്കും നമ്മൾ പുറത്തു കൊടുക്കുക. ഇത് നമ്മുടെ ലൈഫിൽ വലിയ മാനസിക ആരോഗ്യത്തിൽ മാത്രമല്ല, ശാരീരിക ആരോഗ്യത്തിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശേഷിയുണ്ട്. ശരിക്കും നമ്മുടെ ലൈഫിനെ ഒന്ന് ഫ്രീ ആക്കാൻ വേണ്ടി ആത്മാർത്ഥമായിട്ടുള്ള ഫോർഗിവ്നെസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഒരിക്കലും നിങ്ങൾ വലിയ പ്രശ്നങ്ങളെ, നിങ്ങളെ ലൈഫിനെ തന്നെ പിടിച്ചുലച്ച വലിയ പ്രശ്നങ്ങൾ എടുത്തിട്ടായിരിക്കരുത് ഫോർഗിവ്നെസ് പ്രാക്ടീസ് ചെയ്യേണ്ടത്, ക്ഷമ പ്രാക്ടീസ് ചെയ്യേണ്ടത്. ചെറിയ പ്രശ്നങ്ങൾ എടുക്കുക. നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ആദ്യം എടുത്ത് തുടങ്ങുക. ഇതിങ്ങനെ ഫോർഗിവ് ചെയ്യുന്നത് വഴി, ക്ഷമ പ്രാക്ടീസ് ചെയ്യുന്നത് വഴി നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് കോൺഫിഡൻസ് കിട്ടണം. എങ്കിലേ വലിയ വലിയ പ്രശ്നങ്ങളിൽ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മുടെ മനസ്സ് നമ്മൾ ചിന്തിക്കുമ്പോൾ ആദ്യം തന്നെ ഓർമ്മ വരിക വലിയ പ്രശ്നങ്ങളായിരിക്കും, അല്ലേ? വലിയ പ്രശ്നങ്ങൾ ആദ്യം ഓർമ്മ വരും. പക്ഷെ അത് മാറ്റി വെക്കുക. ആദ്യം ചെറുതെടുത്ത് ഹീൽ ചെയ്ത് തുടങ്ങും. അങ്ങനെ മാത്രമേ നിങ്ങൾക്ക് ശരിയായ രീതിയിൽ ഫോർഗിവ്നെസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടാമത്തേതായിട്ട് വളരെ ഡീപ്പ് റൂട്ടഡ് ആണ്. ഒരിക്കലും നിങ്ങളെ കൊണ്ട് ഒറ്റയ്ക്ക് താങ്ങാൻ പറ്റാത്തതാണെങ്കിൽ നിങ്ങൾക്ക് തെറാപ്പീസ്, അതേപോലെ തന്നെ ബാക്കിയുള്ളവരുടെ ഹെൽപ്പോട് കൂടി വേണം നിങ്ങൾ ഈ ട്രോമകൾ ഹീൽ ചെയ്യാൻ. അതിന് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു മെത്തേഡാണ് ഇമോഷണൽ ഫ്രീഡം ടെക്നിക്ക് എന്നുള്ളത്. അതേപോലെ തന്നെ EMDR, ഐ മൂവ്മെൻറ്റ് ഡീസെൻസിറ്റൈസേഷൻ പോലെയുള്ള തെറാപ്പീസ്, ഇത് ഉപയോഗിച്ചുകൊണ്ട് വലിയ ട്രോമകളായി മനസ്സ് കിടക്കുന്ന വലിയ വിഷമങ്ങളെ നിങ്ങൾ ഹീൽ ചെയ്ത് ഒഴിവാക്കണം. അതല്ലെങ്കിൽ അധിക പേരും ചെയ്യുക, പ്രത്യേകിച്ച് പോസിറ്റീവ് സൈക്കോളജി പറയുമ്പോൾ ചെയ്യുക എന്താണെന്ന് വെച്ചാൽ, ഈ വിഷമങ്ങളെ ഞാൻ മറന്നു കളഞ്ഞു, അതിനെക്കുറിച്ച് ഓർക്കുന്നില്ല, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സിൽ ആ ഒരു വിഷമം അവിടെ തന്നെ കിടപ്പുണ്ട്. അതിനെ എടുത്ത് ഹീൽ ചെയ്ത് ഒഴിവാക്കാത്തിടത്തോളം കാലം നമുക്ക് അതിൽ നിന്നുള്ള ഒരു സ്വാതന്ത്ര്യം, ലൈഫിൽ യഥാർത്ഥമായിട്ടുള്ള ഒരു ഹാപ്പിനെസ്, സ്വാതന്ത്ര്യം നമുക്ക് അനുഭവിക്കാൻ പറ്റില്ല. നമ്മൾ അറിയാതെ നമ്മുടെ മനസ്സിൻ്റെ ചുറ്റും ചെങ്ങലകളെ കൊണ്ട് ബന്ധിപ്പിച്ച ഒരു അവസ്ഥയിലായിരിക്കും നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശേഷിയുള്ള ഒന്നാണ് ഫോർഗിവ്നെസ്. ആത്മാർത്ഥമായിട്ടുള്ള ക്ഷമിച്ചു കൊടുക്കുക എന്നുള്ളത്. നിരുപാധികമായിരിക്കണം ക്ഷമിച്ചു കൊടുക്കുന്നത്. കാരണങ്ങൾ, എൻ്റെ ഭാഗത്തും തെറ്റുണ്ട് അതുകൊണ്ട് ഞാൻ ക്ഷമിച്ചു കൊടുക്കുന്നു, അങ്ങനെയൊന്നുമല്ല. ഒരു കാരണമോ ഒന്നും പ്രതീക്ഷിക്കാതെ നിരുപാധികമായിട്ട് പരിപൂർണമായിട്ട് ക്ഷമ പ്രാക്ടീസ് ചെയ്യുക. ലൈഫിൽ വലിയ മാറ്റങ്ങൾ ഇത് കൊണ്ടുവരും. ഓക്കെ, താങ്ക് യു ആൾ.